ഹായ് ഓൾ, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെൻറ്ററാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇഗ്നോ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ എക്സാംസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബികോം ജിയുടേതാണ്, നമ്മൾ ബികോം ജി തേർഡ് ഇയേഴ്സിൻ്റെ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമുക്കറിയാം, നമ്മളൊരു 2 വർഷമായിട്ട് ബികോം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും കഴിഞ്ഞ് തേർഡ് ഇയറിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഒരു 3 വർഷത്തെ കഷ്ടപ്പാടിന്റെ ഫലം നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പം നമുക്ക് അതിനകത്ത് ഒരുപാട് പേപ്പേഴ്സ് പഠിക്കാനുണ്ടായിരുന്നു. അത് തിയറി പേപ്പേഴ്സ് ആണെങ്കിലും പ്രോബ്ലം പേപ്പേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേപ്പേഴ്സ് നമുക്ക് അതിൽ പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം പഠിച്ച് നമ്മൾ അതിന്റെ ഒരു അൾട്ടിമേറ്റ് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഫൈനൽ ഇയർ എക്സാം എന്ന് പറയുന്നത്. അപ്പം അത് നമുക്ക് എത്രയും ബെറ്റർ ആയിട്ട്, എത്രയും നല്ല രീതിക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അത്രയും നല്ല രീതിക്ക് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാംസിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുക. അപ്പൊ എക്സാമിന് തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മളുടെ മെന്റൽ ഹെൽത്തും അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ഒരേപോലെ ഓക്കെ ആയെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിക്ക് എക്സാംസിനെ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ നോക്കുക. അതേപോലെ തന്നെ എക്സാംസിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതിൽ നമ്മൾ ഇന്ന് ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് നോക്കുന്നത്. എന്തൊക്കെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ബികോം ജി തേർഡ് ഇയറിന്റെ. അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ് ഇഗ്നോ എക്സാം ഡയനാമിക്സ്. ഇഗ്നോയുടെ എക്സാം ഏതൊക്കെ രീതിയിലാണ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഇഗ്നോയുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ നോക്കുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ട എക്സാം സ്ട്രക്ചർ ആണ്. എക്സാം സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെ എക്സാം എഴുതിയത് ആ ഒരു പാറ്റേൺ തന്നെയായിരിക്കും നമുക്ക് തേർഡ് ഇയറിലും വരുന്നത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി 2 എക്സാംസ് എഴുതിയതായതുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു എക്സാം സ്ട്രക്ചർ വരുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഏത് രീതിയിലാണ് ക്ലിയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പൊ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഒരു 8 to 9 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിൽ നമുക്കറിയാവുന്ന ഏതെങ്കിലും 5 എണ്ണം മാത്രം നമ്മൾ ആൻസർ ചെയ്താൽ മതി. ആ ഒരു രീതിയിലാണ് നമ്മൾ എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ നമ്മൾ അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട 2 സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റും ആണ്. നമ്മൾ ബികോം തേർഡ് ഇയറിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള 2 പേപ്പേഴ്സ് ആണ് ഈ പറഞ്ഞ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതേപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസിന് നമ്മൾ ഫോക്കസ് കൊടുത്ത് തന്നെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓൾറെഡി നമ്മൾ 2 വർഷത്തെ എക്സാം എഴുതിയതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 100 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിൽ നമ്മൾ ടോട്ടൽ ഒരു 8 to 9 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമുക്കറിയാവുന്ന ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പം അതിന് ഓരോന്നിനും 10 മാർക്സും 20 മാർക്സും ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മാർക്കിങ്ങിന്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് വായിച്ചു നോക്കിയതിനു ശേഷം കൃത്യമായിട്ട് ആൻസേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചുമ്മാതെ ജസ്റ്റ് എഴുതി പോകാതെ അതിനൊരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കൊടുക്കുക. അതേപോലെ തന്നെ അതിന് മെയിൻ ആയിട്ടൊരു ഹെഡിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെഡിങ്സും കാര്യങ്ങളും കൊടുക്കുക. ടോപ്പിക്സ്, സബ് ടോപ്പിക്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് കൊടുക്കുക. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഭാഗം നമ്മൾ ആദ്യമേ കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മൾ അതിന്റെ മെയിൻ പോയിന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെയിൻ പോയിന്റ്സ് എഴുതുക. അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ടത് പാരഗ്രാഫ് ആയിട്ട് എഴുതുക. പിക്ചോറിയൽ റെപ്രസെന്റേഷൻസ്, അതായത് ഗ്രാഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അതിനെ കൊടുക്കുക. ഗ്രാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എക്സാംസിന് എഴുതുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ്
ലാസ്റ്റ് അതിന് എന്തും കൊടുക്കുക, ഒരു കൺക്ലൂഷനും കൊടുക്കുക. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മുമ്പോട്ട് ഓരോ എക്സാംസിനെ നമ്മൾ നോക്കി കാണേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇനി പാർട്ട് 2 നമ്മൾ സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് ആണ് നോക്കുന്നത്. സബ്ജക്ട് സ്പെസിഫിക് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ പേപ്പേഴ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ പേപ്പേഴ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപഠിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോർ പേപ്പേഴ്സും രണ്ടാമത്തത് എലക്റ്റീവ് പേപ്പേഴ്സും ആണ്. നമുക്ക് ബികോം തേർഡ് ഇയറിൽ 4 കോർ പേപ്പേഴ്സ് ആണ് വരുന്നത്, അതേപോലെ തന്നെ 4 എലക്റ്റീവ് പേപ്പേഴ്സും ആണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ആ കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മുടെ സബ്ജക്റ്റിനെ കുറച്ചും കൂടെ ആഴത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള പേപ്പേഴ്സ് ആണ് കോർ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എലക്റ്റീവ് പേപ്പേഴ്സും ആണ് വരുന്നത്. അപ്പൊ കോർ പേപ്പേഴ്സ് വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ മെയിൻ ആയിട്ടും ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗിന്റെ പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്ന ഒരു പേപ്പർ ആണത്. BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിനകത്ത് നമുക്ക് മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ചും മാർക്കറ്റ് സ്ട്രക്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ, മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിനകത്ത് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതും ആ ഒരു ഏരിയാസ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പം ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് എക്സാമ്പിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കൂടുതലായിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അതിന് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ആദ്യത്തെ കോർ പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, BCOE 143 ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പേപ്പർ തന്നെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എന്ന് നമുക്കറിയാം ബിസിനസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ആ ഫിനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കൂടുതലും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. പ്രിൻസിപ്പിൾസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പേപ്പറിൽ പഠിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പേപ്പേഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്തത് BCOE 142 മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. ഒരു അക്കൗണ്ടിംഗ് പേപ്പർ ആണ്. അത് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുന്ന ഒരു പേപ്പർ ആണ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന പ്രോബ്ലംസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2 പ്രോബ്ലംസ് വെച്ചിട്ട് എന്തായാലും ചെയ്ത് തന്നെ പഠിക്കണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എക്സാമിന് ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് ഉള്ള ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. അതിനകത്തും ഈ പറഞ്ഞതുപോലെ തന്നെ ബഡ്ജറ്റിംഗ്, വേരിയൻസ് അനാലിസിസ്, അതേപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസ് ആണ്. അപ്പൊ ആ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഏരിയാസിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പേപ്പർ പഠിക്കുക. മെയിൻ ആയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ഒരു പ്രോബ്ലം പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ നമ്മൾ പഠിച്ചു പോവുക. ലാസ്റ്റ് വൺ ആണ് BCOE 144 ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ്. അപ്പൊ ഓഫീസ് മാനേജ്മെന്റ് ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസിനകത്ത് ഓഫീസ് ലേഔട്ട്സിനെ കുറിച്ചും റെക്കോർഡ് മാനേജ്മെന്റിനെ കുറിച്ചും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. തിയറി പേപ്പർ ആണ്. അപ്പൊ അതിനനുസരിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അപ്പം ഈ 4 പേപ്പേഴ്സ് ആണ് നമുക്ക് കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ കോർ പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിലൊരു ഒരു എക്സ്ട്രാ കാര്യം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് ആണ്. അതൊരു പ്രോബ്ലം പേപ്പർ ആണ്. സോ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ അതിനകത്ത് പഠിച്ചു പോവുകയും ചെയ്യാം. നെക്സ്റ്റ് വണ്ണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. കോർ പേപ്പേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് എലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. എലക്റ്റീവ് പേപ്പേഴ്സ് 4 എണ്ണമാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് BCOS 185 ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന പേപ്പർ. BCOC 185 ഓൺട്രപ്രണർഷിപ്പ്. അപ്പൊ ഓൺട്രപ്രണൽ പ്രാക്ടീസിനെ കുറിച്ചും ബിസിനസ്സിനകത്തുള്ള ഓൺട്രപ്രണൽ പ്ലാനിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഫണ്ടിങ് സോഴ്സസിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കുന്നത്. അപ്പൊ ഇതും നമുക്ക് തിയറി പേപ്പർ ആണ് വരുന്നത്, എലക്റ്റീവ് പേപ്പർ ആണ്. അപ്പൊ അതിനനുസരിച്ച് അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിച്ചു പോവുക. നമ്മുടെ
അതിനനുസരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് പോവുകയും ചെയ്യാം. നെക്സ്റ്റ് അതിനകത്ത് എലക്ടീവ് പേപ്പർ വരുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, BCOS 186, പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്. സെയിൽസ് ബേസ്ഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കാനുള്ളത്. സെല്ലിംഗ് ടെക്നിക്സ്, സെയിൽസ് പ്ലാനിങ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് വരുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസും കൂടെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പേഴ്സണൽ സെല്ലിംഗിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ കസ്റ്റമർ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ കസ്റ്റമർ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാമ്പിൾസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന എക്സാമ്പിൾസും കൂടെ ഒക്കെ വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ്, BCOG 171, പ്രിൻസിപ്പിൾസ് ഓഫ് മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മുടെ അടുത്ത പേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് എക്കണോമി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കാനുള്ളത്. അതിനകത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്, ഇലാസ്റ്റിസിറ്റി, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, ഇതൊക്കെയാണ് നമുക്ക് കൺസ്യൂമർ ബിഹേവിയർ, പ്രൊഡക്ഷൻ ബിഹേവിയർ, ഇതൊക്കെയാണ് പ്രൊഡക്ഷൻ തിയറീസ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിനകത്ത് കൂടുതൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, മൈക്രോ എക്കണോമിക്സിനകത്ത് കൂടുതൽ നമുക്ക് ഗ്രാഫുകൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പല പല ഗ്രാഫുകൾ നമുക്ക് അതിനകത്ത് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിനൊക്കെ കൃത്യമായിട്ട് ഓരോ റെപ്രസെന്റേഷൻസും ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിലും എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യത്തിനെ കുറിച്ച് വിശദീകരിച്ച് എഴുതുന്ന സമയത്ത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും കൂടെ ഒക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് നല്ല രീതിക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ ഗ്രാഫുകളൊക്കെ പഠിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അത് എന്താണ്, എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചു പോകും. ഇപ്പൊ ഡിമാൻഡിന്റെയും സപ്ലൈയുടെയും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഡിമാൻഡ് കൂടുമ്പോൾ സപ്ലൈക്ക് കുറവാണോ കൂടുതലാണോ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ബേസിസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗ്രാഫോ അല്ലെങ്കിൽ ഡയഗ്രാംസോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ വരയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം അതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മൈക്രോ എക്കണോമിക്സിന്റെ പേപ്പർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ദെൻ ലാസ്റ്റ് പേപ്പറാണ് BCOG 172, ഇന്ത്യൻ എക്കോണമിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു പേപ്പറാണ്. BCOG 172, ഇന്ത്യൻ ഇക്കോണമി എന്ന് പറഞ്ഞ എക്കണോമിക് റിഫോംസിനെ കുറിച്ചും അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പം അതെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു പേപ്പർ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇത്രയും പേപ്പേഴ്സ് ആണ്, കോർ പേപ്പേഴ്സ് 4 എലക്ടീവ് പേപ്പേഴ്സ് 4 ആണ് വരുന്നത്. അപ്പൊ അതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് നമ്മൾ ഫോക്കസ് ചെയ്ത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ പ്രോബ്ലം പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം പേപ്പേഴ്സ് നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ ഇപ്പൊ മൈക്രോ എക്കണോമിക്സിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഗ്രാഫ്, ഡയഗ്രാംസ് ഒക്കെ ഉണ്ട്. ആ ഗ്രാഫ് എന്താണ്, ഡയഗ്രാംസ് എന്താണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. കൃത്യമായിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതേപോലെ തന്നെ തിയറി പേപ്പേഴ്സ് വരുന്നതെല്ലാം നമ്മൾ തിയറീസ് എഴുതുന്ന സമയത്ത് അത് ഒരു വലിച്ചു വാരി എഴുതാൻ നിൽക്കാതെ നമുക്ക് കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ഓരോ കാര്യങ്ങളെയും കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പേപ്പർ നോക്കുന്ന ആൾക്ക് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇനി നമ്മളൊരു ജനറൽ സ്റ്റഡി ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. നമ്മൾ അതാണ് ഇനി നോക്കുന്നത്. ഫസ്റ്റ് വണ് ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ തേർഡ് ഇയറിലോ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിളിനകത്തുണ്ട് നമ്മൾ ഓരോ ദിവസവും ഏത് സബ്ജക്റ്റ് ആണ് പഠിക്കേണ്ടത്, ഏത് യൂണിറ്റ്സ് ആണ് പഠിക്കേണ്ടത്, ഏത് ബ്ലോക്ക് ആണ് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടൈം ടേബിളിനകത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തിട്ടാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് നമ്മളുടെ പോകുന്നത്. അത് കൃത്യമായിട്ട് അവരുടെ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയറിന്റെ എക്സാംസിനകത്തൊക്കെ അത് നല്ല രീതിക്ക് നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ ഓൾറെഡി നമ്മുടെ ക്ലാസ്സസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും എന്താണ് ചെയ്യേണ്ടത്, എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി എക്സാമിന് വേണ്ടിയിട്ട് നമുക്കൊരു 10 ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു 15 ദിവസമേ ഉള്ളൂ, ഒരു 20 ദിവസമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ 15 ദിവസത്തേക്കോ 20 ദിവസത്തേക്കോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ ഇന്ന ദിവസം ഏത് സബ്ജക്റ്റിനാണ് നമ്മൾ കൂടുതൽ ടൈം അലോട്ട് ചെയ്യേണ്ടത്, ഏത് സബ്ജക്റ്റ് ആണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഏതിനാണ് നമ്മൾ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്, ഏതിനാണ് ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഓരോ സബ്ജക്റ്റിനും നമ്മൾ ഇത്ര ടൈം വെച്ചിട്ട് അലോട്ട് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ പ്രാക്ടീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ പ്രോബ്ലം പേപ്പേഴ്സിനകത്തുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ ജസ്റ്റ് വായിച്ചു പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി പോയതുകൊണ്ടോ നമുക്ക് കാര്യമില്ല. പക്ഷെ അത് എന്ത് ചെയ്യണം, നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എഴുതി തന്നെ പഠിച്ചു പോകണം, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് തന്നെ പഠിച്ചു പോകണം. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എക്സാമിന് ഇപ്പൊ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തന്നെ പോവുക. നെക്സ്റ്റ് യൂസ് വിഷ്വൽ എയ്ഡ്സ്. അതായത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ തന്നെ എന്താ ഗ്രാഫുകളോ അല്ലെങ്കിൽ ചാർട്ട്സുകളോ ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നമുക്ക് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യാം. നമ്മളിപ്പോ ഒരു പേപ്പർ ഫുള്ളി വായിച്ചു നോക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചില കാര്യങ്ങൾ നമുക്ക് ഡയഗ്രാംസ് ആയിട്ട് വരച്ചിടുവോ, ഗ്രാഫുകളായിട്ട് വരച്ചിടുവോ, ചാർട്ടുകളായിട്ട് വരച്ചിടുവോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കുന്നതിന് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വൽ എയ്ഡ്സ്, നമ്മൾ കേൾക്കുന്നതിനേക്കാട്ടിലും അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കാണുന്ന കാര്യങ്ങളെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വിഷ്വൽ എയ്ഡ്സ് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു രീതിയിൽ പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ദെൻ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ്. നമ്മൾ ഇപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നിങ്ങൾ എക്സാംസ് അറ്റൻഡ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എഴുതേണ്ടത്, ഏത് രീതിയിലാണ് എഴുതേണ്ടത് എന്നുള്ളത് നമുക്കറിയാം. എങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടോ നമ്മൾ ആൻസേഴ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് ആ ടൈമിനനുസരിച്ച് നിർത്താൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ റൈറ്റിംഗ് ഇപ്പൊ നമ്മൾ ലേൺ വൈസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മോഡൽ എക്സാംസ് എഴുതിയ സമയത്ത് സ്റ്റുഡൻസിന് അത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സാം പാറ്റേൺ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം എക്സാം എഴുതി കഴിഞ്ഞു, പിന്നെ നമ്മൾ ഈ വർഷമാണ് എക്സാം എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എന്താ വീണ്ടും അതിനെ ഒന്ന് പൊടിതട്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്, നമ്മൾ ഏത് രീതിയിലാണ് എക്സാംസിന് സമയം മാറ്റി വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് ജസ്റ്റ് ആൻസേഴ്സ് ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് റെഗുലർലി. നമ്മൾ ഇതെല്ലാം ചെയ്തു, സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തു, പ്രോബ്ലംസ് ചെയ്തു നോക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്തു നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എന്തായാലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ റെഗുലർ ആയിട്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ ഒരു കാര്യം ഇന്ന് ചെയ്ത് അത് ഇന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ റിവൈസ് റെഗുലർലി, കറക്റ്റ് ആയിട്ട് നമ്മൾ റെഗുലർ ബേസിസ് തന്നെ കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ.
ഇനി നമ്മൾ പാർട്ട് 4 നോക്കുന്നത് എക്സാം ഡേ സ്ട്രാറ്റജീസ് ആണ്. ഇനി എക്സാമിന് പോയി നമ്മളിപ്പോ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മൾ പഠിച്ചു, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം ഡേയിൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് അവിടെ ചെന്നിരിക്കുകയാണ്. അവിടെ ചെന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തതാണ് ടൈം മാനേജ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഓരോന്നിനും ഇപ്പം 100 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആകെ 3 മണിക്കൂറായിരിക്കും ടൈം കിട്ടുന്നത്. അപ്പൊ ആ ഒരു 3 മണിക്കൂറിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ആ ഒരു 3 മണിക്കൂറിൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. അതായത് നമ്മൾ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് കളയാനോ അല്ലെങ്കിൽ ഒരുപാട് ടൈം ഒരു ക്വസ്റ്റിന് മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാനോ അങ്ങനെയുള്ള രീതിയിലല്ല. എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എത്ര എണ്ണം എഴുതാനുണ്ടോ, എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനുണ്ടോ, ആ ക്വസ്റ്റ്യൻസിനെല്ലാം നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈക്വൽ ആയിട്ട് തന്നെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ എക്സാം ഹാളിൽ നിങ്ങൾ വരുന്നതിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും എക്സാം ഹാളിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. വന്നൊന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടി ധൃതി പിടിച്ച് നമ്മൾ എക്സാം ഹാളിൽ വന്ന് പെട്ടെന്ന് ക്വസ്റ്റ്യൻ പേപ്പർ മേടിച്ച് പെട്ടെന്ന് പോയി ആൻസേഴ്സ് എഴുതുന്ന ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പാനിക് ആവാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ ഒരു ഹാഫ് ആൻ അവർ മുമ്പെങ്കിലും എന്ത് ചെയ്യുക, എക്സാം ഹാളിൽ എത്തുക. എക്സാം ഹാളിൽ എത്തിയതിനു ശേഷം കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് ഒന്ന് റിലാക്സ്ഡ് ആയിക്കൊണ്ട് നമ്മൾ എക്സാമിന്റെ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മേടിച്ച് ഒരു 5 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വായിച്ച് നോക്കുക. വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ട് വന്ന ഏതാണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഏതാണെന്നുള്ളത് നമുക്ക് അറിയാലോ, ഏത് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ന്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കുറച്ച് ജസ്റ്റ് ഒന്ന് നമ്മൾ വായിച്ചു നോക്കിയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു അറിവ് മാത്രമേ അതിനകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റിലത്തേക്ക് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റിലത്തേക്ക് എഴുതാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ എഴുതുക. നെക്സ്റ്റ് വൺ എഫക്റ്റീവ് പ്രസന്റേഷൻ ആണ്. എഫക്റ്റീവ് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പേപ്പർ നമ്മുടെ കയ്യിൽ തന്നു, നമ്മൾ എഴുതുന്നത് പോലെ ഇരിക്കും അത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നതും മനസ്സിലാവാത്തതും ഒക്കെ. അപ്പൊ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും വൃത്തിയായിട്ടും എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കുന്ന ഇവാലുവേറ്റർ തന്നെ ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പം ചുമ്മാതെ വാരി വലിച്ച് എഴുതുന്നു, അവിടെ വെട്ട് ഇവിടെ വെട്ട് അവിടെ തിരുത്ത് ഇവിടെ തിരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് ഒരു ബാഡ് ഇംപ്രഷൻ ക്രിയേറ്റ് ആവും. അപ്പൊ അങ്ങനെ വരുത്താതെ നമുക്കിപ്പോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒറ്റ ലൈനിൽ അത് വെട്ടിയിട്ട് എന്ത് ചെയ്യുക, അത് മാറ്റി എഴുതുക. അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് പേപ്പർ എഴുതുന്നതൊക്കെ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിലും നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് കൺവേ ആകണം, നമ്മൾ ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ നമ്മൾ പോയിന്റ്സ് എഴുതുന്ന സമയത്ത് ജസ്റ്റ് ഓരോ പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പോഴത്തേക്കിനും അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അണ്ടർലൈൻ ചെയ്തിടുക. അതേപോലെ തന്നെ സബ് പോയിന്റ്സ് ആണെന്നുണ്ടെങ്കിൽ സബ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്തിടുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ നോക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സിന് മുമ്പേ ആയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം എഴുതി കഴിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നമ്മൾ ഈ എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുക. റീചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പൊ അതിനു മുമ്പേ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടെ ഒന്ന് നോക്കുക, എഫക്റ്റീവ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഫൈനൽ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിനും നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അത്ര ആഗ്രഹത്തോടു കൂടി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിന് ആ ഒരു ഗോള് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻസിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക. അതേപോലെ തന്നെ കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞ ഏരിയാസ് ഒക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കുകയും ചെയ്യുക. അപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഏറ്റവും നമുക്കൊരാളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിലും ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ സെൽഫ് മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ്. നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വേണം, നമുക്ക് ഇത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റും, നമ്മൾ കോൺഫിഡന്റ് ആണ്, നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫിഡന്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു സെൽഫ് മോട്ടിവേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അങ്ങനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക, ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബെറ്റർ റിസൾട്ട് നമുക്ക്
എക്സാംസിന് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമ്പേഴ്സ്, ഇറ്റ്സ് അബൌട്ട് മേക്കിംഗ് ഇൻഫോംഡ് ഡിസിഷൻസ്, അപ്രോച്ച് യുവർ സ്റ്റഡീസ് വിത്ത് ക്യൂരിയോസിറ്റി ആൻഡ് പ്രാക്ടിക്കൽ ഇൻസൈറ്റ്. കൊമേഴ്സ് എന്ന് പറയുന്നത് കേവലം എന്തോന്നാ നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അല്ല, നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു പഠിത്തം മാത്രമല്ല വരുന്നത്. അതിൽ നമുക്ക് ഡിസിഷൻസ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിസിഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളത് നമുക്കൊരു ഇൻഫോർമേഷൻ തരുന്ന കാര്യങ്ങളും കൂടിയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റഡീസിനെ നമ്മൾ ക്യൂരിയോസിറ്റിയോട് കൂടി അപ്രോച്ച് ചെയ്യുക. നമ്മൾ പേടിയോട് കൂടിയോ അല്ലെങ്കിൽ അയ്യോ എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ആ ഒരു ടെൻഷനോട് കൂടിയോ അല്ല നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്റ്റഡീസിനെ നമ്മൾ ക്യൂരിയോസിറ്റിയോട് കൂടി കാണുക, നമ്മൾ പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തിയറിറ്റിക്കലായിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കൊമേഴ്സ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയ തന്നെയാണ്. അതിനകത്ത് നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ജോലി സാധ്യതകളുള്ള ഒരു ഏരിയയും കൂടെയാണ് കൊമേഴ്സ് ഫീൽഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊമേഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ചിട്ട് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മുമ്പിൽ കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു ഡിസ്റ്റൻസ് ആണല്ലോ, ഞാൻ എങ്ങനെ പഠിക്കും, എന്നെ കൊണ്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് റെഗുലർ ആയിട്ട് തന്നെ പഠിച്ചു പോവുകയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാംസിന് അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി കൃത്യമായിട്ട് വൃത്തിയായിട്ട് നീറ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക. അതേപോലെ തന്നെ ലേൺവൈസിൽ നമുക്ക് ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ചാനൽസ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, വാട്സപ്പ് ചാനൽസ് ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. മാക്സിമം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡേ ടു ഡേ ബേസിസിൽ എന്തൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. അപ്പം യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ള ഇൻസ്റ്റഗ്രാം ചാനൽസിലും വാട്സപ്പ് ചാനൽസിലും ഒക്കെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് ആൻഡ് താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.